രാവിലെ ഒരു പണിയില്ലാന്നോർത്ത് വിഷമിച്ച് പെരയെ കുത്തിയിരുന്നപ്പോൾ അമ്പു ദേ വിളിച്ചിരിക്കുന്നു. നേരെ തിരുവല്ല പോയി ഷാജിക്കാടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുണ്ട്. അവിടെ ഒരു പിക്കപ്പ് ഉണ്ട്, അതെടുത്തോണ്ട് പോയി ഡെലിവറി ചെയ്ത് നോക്കണം. അപ്പോൾ നേരെ ബൈക്കും എടുത്തുകൊണ്ട് ഞാൻ നേരെ തിരുവല്ലയിലുള്ള നമ്മുടെ ഷാജിക്കാടെ മൈജി ഫ്യൂച്ചറിൽ ചെന്നു. അപ്പോൾ ഇതുവരെ ആ കടയിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അപ്പം നേരെ കടയ്ക്കകത്ത് കയറി കടയിലെ കാഴ്ചകളൊക്കെ കുറേ നേരം നിന്ന് ആസ്വദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിക്കപ്പ് ഓടിക്കാനുള്ള താക്കോല് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വണ്ടിയും കൊണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഡെലിവറി ഉണ്ടായിരുന്നത്. വണ്ടിയുടെ മുതലാളി റിച്ച് ആയതുകൊണ്ട് AC ക്യാബിനുള്ള വണ്ടിയും നല്ല സെറ്റ് വർക്ക് ചെയ്ത വണ്ടിയുമായിരുന്നു ഇന്ന് നമുക്ക് ഓടിക്കാൻ കിട്ടിയത്. അങ്ങനെ ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും TV എല്ലാം ഞങ്ങൾ വണ്ടിയിൽ അടുക്കി കയറ്റി. അത് കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് നേരെ ഡീസൽ അടിക്കാൻ പോയി. ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ച ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഡെലിവറി തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഡെലിവറി ഒരു വാഷിംഗ് മെഷീൻ ആയിരുന്നു. ആ വാഷിംഗ് മെഷീൻ ഇറക്കിയിട്ട് നേരെ ഞങ്ങൾക്ക് ഗോഡൗണിൽ പോകണമായിരുന്നു. ഗോഡൗണിൽ പോയിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് കൂടെ കയറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്രിഡ്ജ് കയറ്റാനായിട്ട് മുത്തൂറുള്ളവരുടെ ഗോഡൗണിൽ പോയി ഞങ്ങൾ ലോഡ് ചെയ്തു. അതിനുശേഷമുള്ള ഡെലിവറി നേരെ കാംഭാഗത്തായിരുന്നു. അങ്ങനെ കാംഭാഗത്ത് പോയി വാഷിംഗ് മെഷീൻ ഇറങ്ങിയ ശേഷം നേരെ ഞങ്ങൾക്ക് പോകേണ്ടത് അടുത്തത് നെടുമ്പ്രമായിരുന്നു. അങ്ങനെ നെടുമ്പ്രത്ത് പോയി കൊച്ചു വഴിയിലൂടെ നമുക്കൊരു വീട്ടിൽ കയറ്റി ലോഡ് ചെയ്ത് കൊടുക്കേണ്ട വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ നെക്സ്റ്റ് ഡെലിവറി നേരെ നിരണമായിരുന്നു. നിരണം ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു വഴികളായതുകൊണ്ട് ഗൂഗിൾ ചേച്ചി കുറേ വട്ടം ചുറ്റിട്ടാണ് കസ്റ്റമറുടെ അടുത്ത് ഞങ്ങളെ എത്തിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ പുലിയൂരായിരുന്നു. അങ്ങനെ പുലിയൂർ പോയി ഒരു വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതും എടുത്തുകൊണ്ട് നേരെ അടുത്ത ഡെലിവറി ഞങ്ങൾക്ക് ഓതറയിലായിരുന്നു. അങ്ങനെ ഓതറയിൽ പോയി അവിടെ ഒരു TVയും വാഷിംഗ് മെഷീനും ഇറക്കാൻ ഉണ്ടായിരുന്നു. അത് ഇറക്കിയിട്ട് വണ്ടി നേരെ ഞങ്ങൾ തിരുവല്ല മൈജിയിലോട്ട് വിട്ടു. അപ്പോഴേക്ക് സമയം 5 മണി കഴിഞ്ഞിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയൊരു ചായയും കടിയും കഴിച്ചു. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനെ ഞാൻ കൊണ്ട് മൈജിയുടെ അവിടെ വിട്ടു. ഇനിയുള്ള 2 ഡെലിവറി നേരെ എഴുമറ്റൂക്കാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി എനിക്ക് അവിടെ ഒതുക്കുകയും ചെയ്യാം. അങ്ങനെ നേരെ വന്ന് വെണ്ണിക്കുളത്ത് വന്ന് നമ്മുടെ അമ്പൂനെയും കൂട്ടി ഞാൻ നേരെ എഴുമറ്റൂക്ക് പോയി 2 ഡെലിവറിയും കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് 2 ഡെലിവറിയും കൊടുത്തതിന് ശേഷം അമ്പു എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവൻ വണ്ടിയും കൊണ്ട് അങ്ങ് പോയി. അപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഇങ്ങനെയായിരുന്നു ഗൈസ്. ഓക്കെ ബൈ.